ശബരിമലയിലെ അതിപാവനമായ ശ്രീകോവിൽ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കവർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളുമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഉന്നതതല ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇയാൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിയുടെ ഡൽഹി യാത്രയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുമാണ്. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ഡൽഹി യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായ മൊഴി നൽകിയതായാണ് സൂചന. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം മുറുകുന്നതിനിടെ UDF കൺവീനറും മുതിർന്ന നേതാവുമായ അടൂർ പ്രകാശിനെ ഉടൻ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഔദ്യോഗികമായി നോട്ടീസ് നൽകിയാകും അദ്ദേഹത്തെ വിളിപ്പിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആറ്റിങ്ങൽ MP ആയിരുന്ന കാലത്ത് പോറ്റി തന്നെ 2 തവണ നേരിൽ കണ്ടിട്ടുണ്ടെന്നും അത് സന്നിധാനത്തെ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാനായിരുന്നു എന്നുമാണ് അടൂർ പ്രകാശ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്കൊപ്പം പോയതെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. ഒരു സാധാരണ കരാറുകാരനായ പോറ്റിക്ക് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ അടൂർ പ്രകാശ് വഴിയൊരുക്കിയത് എന്തിനാണെന്നും ഈ ബന്ധം സ്വർണ്ണത്തട്ടിപ്പിന് ഏതെങ്കിലും തരത്തിൽ കരുത്ത് പകർന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെയും അന്വേഷണം നീളുകയാണ്. കൊല്ലത്ത് വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പുതുതായി ലഭിച്ച ചില രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രശാന്തിന്റെ പങ്കിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അടുത്തയാഴ്ച ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ശബരിമലയിലെ ഭരണപരമായ തീരുമാനങ്ങളിൽ ഇദ്ദേഹത്തിന് നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതെന്ന് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഘടിത കൊള്ളയാണിതെന്ന് സൂചിപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഈ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ കാര്യം അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്കെതിരെ പുറത്തു വരുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്നും ഒരു MLA എന്ന നിലയിലുള്ള ഔദ്യോഗിക ബോർഡ് വെച്ച വാഹനത്തിൽ പകൽ വെളിച്ചത്തിലാണ് താൻ മൊഴി നൽകാൻ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ സ്വതന്ത്രമായ തീരുമാനങ്ങളിൽ സർക്കാരിന് പങ്കില്ലെന്ന തന്റെ മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും പ്രതികളുമായി മന്ത്രിയുടെ ഓഫീസിനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർക്കോ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീകോവിൽ വാതിലിലെ സ്വർണം കവർന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ചാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ വെച്ച് സ്വർണം ഉരുക്കി കട്ടകളാക്കി മാറ്റിയപ്പോൾ അതിന് സഹായിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുടെ മൗനാനുവാദം ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പുതിയ മൊഴിയിൽ ഡൽഹി യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ മൂലം സ്വർണത്തിന്റെ അളവ് രേഖകളിൽ കുറച്ചു കാണിക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണ കവർച്ചയിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾക്കോ അല്ലെങ്കിൽ നേതാക്കളുടെ വിദേശയാത്രകൾക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കടത്തിയ സ്വർണത്തിന്റെ കൃത്യമായ തൂക്കം കണ്ടെത്താൻ VSSലെ പരിശോധനാ ഫലം അനിവാര്യമാണ്. പാളികൾ സ്വർണം പൂശിയതാണെന്ന വിവരം രേഖകളിൽ നിന്ന് ബോധപൂർവം നീക്കം ചെയ്തത് ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ കൃത്രിമം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ധൈര്യം ലഭിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തണലിലായിരിക്കുമെന്നും ക്രൈംബ്രാഞ്ച് കരുതുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റു പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഡൽഹി യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയെ പോലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈ കൊള്ളയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാഫിയയെ പൂർണ്ണമായി വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന വലിയ വെല്ലുവിളിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കേസിൽ കൂടുതൽ ഉന്നതർ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് സൂചനയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേവലം ഒരു മോഷണമല്ല, മറിച്ച് അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്ലാൻ ചെയ്ത വലിയൊരു അഴിമതിയാണെന്ന് ഉറപ്പിക്കുന്നതാണ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ. ഭക്തജനങ്ങളുടെ കാണിക്കയും ഭഗവാന്റെ ആഭരണങ്ങളും കവർന്നവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന ആവശ്യവുമായി ഭക്തജന സംഘടനകളും രംഗത്തുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ
ഡൽഹി യാത്രയും അവിടുത്തെ കൂടിക്കാഴ്ചകളും ഈ കേസിനെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുത്തുന്ന ഒന്നായി മാറ്റിയേക്കാം.